ഇന്നത്തെ വിശുദ്ധമായ ആരാധനയിൽ പ്രാർത്ഥനയോടെ പങ്കുചേരുന്ന ബഹുമാന്യ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ഓൺലൈനിലൂടെ എന്നെ കാണുന്ന എല്ലാ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ കോട്ടയത്തെ ശുശ്രൂഷകൻ കർത്താവിൻ്റെ ദാസനും പാസ്റ്റർ നിജുവിനും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഇന്നത്തെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ വളരെ വ്യത്യസ്തമായൊരു വിഷയത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ പരിശുദ്ധാത്മാവ് നൽകിയ ആ വിലപ്പെട്ട ദൈവാലോചന നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ തിരുമേശയോടെ നമുക്കിന്ന് പകൽ പിരിയുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ ദിനചര്യയെക്കുറിച്ചാണ് ഇന്ന് പകൽ സംസാരിക്കുവാൻ കർത്താവിനോട് പറയുന്നത്. എങ്ങനെയാണ് ഒരു ദൈവ പൈതലിൻ്റെ ഒരു ദിവസത്തെ ലൈഫ് റൊട്ടീൻ സെറ്റ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസം നമുക്ക് കർത്താവിൻ്റെ കൂടെ ചെലവഴിക്കാൻ കഴിയുന്നത്? ഒരു ദിവസം നേരാവണ്ണം പ്രയോജനപരമാക്കിയാൽ അത് 2 ദിവസമാകും. അത് 3 ദിവസവും അതുപോലെ ചെയ്താൽ പിന്നീട് അത് ഒരാഴ്ച എത്തിക്കാൻ എളുപ്പമാണ്. ഒരാഴ്ച നാം ആ ദൈവകൃപയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിച്ചാൽ പിന്നെ അത് 2 ആഴ്ചയാകും. 21 ദിവസം എത്തുമ്പോൾ അതൊരു ശീലമാകും. പിന്നെ ഒരു മാസമായി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും. ഇന്ന് ബുദ്ധിമുട്ടിയും പ്രയാസപ്പെട്ടും മുന്നോട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സുഗമമായി ചെയ്യുവാൻ അത് നിങ്ങൾക്ക് സഹായകരമായി തീരും. പിന്നെ അത് നിങ്ങളുടെ ജീവിതമായി മാറും. ആമേൻ. നിങ്ങളുടെ നടപ്പിൽ, നിങ്ങളുടെ ഇടപാടുകളിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ ദൈവനിബിഡമായിരിക്കുന്ന ആ പുതിയ ജീവിത ശൈലി അനേകരെ ആകർഷിക്കുകയും ഒത്തിരി പേരെ കർത്താവിലേക്ക് നയിക്കുകയും ചെയ്യുന്ന കാഴ്ച നിങ്ങൾ കണ്ട് ദൈവത്തെ സ്തുതിക്കും. ആമേൻ. പക്ഷേ ഈ ഒരു രൂപാന്തരീകരണത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ അതിന് നാം ചെയ്യേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിപ്പാൻ പോകുന്നു. അതിനാധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 10-ാമത്തെ വേദഭാഗം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വേദവചനം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ. രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞു. മുമ്പേ ഇവിടെ കേട്ട സാക്ഷ്യം നിലവിലുള്ളതായ ഒരു ഡോക്യുമെൻറ്റിനെ, ഒരു റിപ്പോർട്ടിനെ ദൈവം തിരുത്തിയതാണ്. ദൈവം രേഖകളെ തിരുത്തുന്നവനാണ്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് എഴുതപ്പെട്ടത് ഇനിയും മായ്ക്കപ്പെടും, പുതിയത് ദൈവം എഴുതിക്കും. ഒന്നുകൂടെ പറഞ്ഞേ, എഴുതപ്പെട്ടത് ദൈവം മായ്ക്കും, പുതിയത് ദൈവം എഴുതിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു അമ്മ, അവരുടെ വേദനയിൽ അവർ കുറേ നാളുകൾക്ക് പുറകിൽ വന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയത്, അവരുടെ സ്വത്ത് അവരുടെ കുടുംബക്കാരെല്ലാവരും കൂടെ ഇവരോട് അറിയാതെ അത് കൈവശപ്പെടുത്തി ഇവർക്കിപ്പോൾ അന്വേഷിച്ച് പിടിച്ചെന്നപ്പോൾ ഒന്നുമില്ല. അങ്ങനൊരു സാഹചര്യത്തിലേക്ക് എത്തിയതായിട്ടാണ് അവർ പറഞ്ഞത്. ഞാൻ അവരോട് പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു ആളെ നിയമിക്കുന്നത് പോലെ ഞാൻ കാണുന്നുണ്ട്. യാത്രകളെ വളരെ പ്രാർത്ഥനയോടുകൂടെ ക്രമീകരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവരൊരു സർക്കാർ ആശുപത്രിയിൽ ഒരു ദിവസം ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ അവിടെ ചീട്ടെടുക്കാൻ നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ക്യൂ നിൽക്കുമ്പോൾ പുറകെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇവരെ വളരെ താല്പര്യത്തോടെ നോക്കി. അപ്പോൾ ആ പുള്ളിക്കാരന് ഈ സ്ത്രീ ഒരു ചീട്ടെടുത്ത് കൊടുത്തു. ഈ ചീട്ടിൻ്റെ പേരിൽ ആ മനുഷ്യനോട് സംസാരിച്ചു. അയാൾ ഒരു വക്കീലിൻ്റെ ഗുമസ്തനായിരുന്നു. അയാൾ ഇവരോട് പറഞ്ഞു, എൻ്റെ അടുക്കവാ, ഞാൻ ഈ കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞു. ആമേൻ. ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരു പനി പിടിച്ച്, ഒരു ചുമ പിടിച്ച് ചെന്നത് നിമിത്തം അവരുടെ ജീവിതത്തിൽ നിന്ന് അന്യാധീനപ്പെട്ടു പോയ ആ കൈവശപ്പെടുത്തിയിരുന്നവരുടെ കയ്യിലെ ആധാരം സർക്കാർ തിരിച്ചെഴുതി, കോടതി തിരിച്ചെഴുതിച്ചു. ഇവർക്ക് നഷ്ടപ്പെട്ടത് തിരികെ വരുവാൻ ഒരു പനിയും ചുമയും കാരണമായി. ചില പ്രശ്നങ്ങൾ വരുന്നത് ദൈവം ചിലത് തിരുത്താൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ്. അത് പരാജയമല്ല, പുതിയത് ചിലത് ദൈവം എഴുതിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ചേർന്ന് ആമേൻ പറയുക. ദാനിയേലിന് വിപരീതമായ രേഖ രാജാവ് എഴുതിയിരിക്കുന്നത് രാജാവാണ്. അത് കേട്ടപ്പോൾ ദാനിയേൽ ചെയ്തു വന്ന കാര്യമാണ് നാം ഇവിടെ ആദ്യമേ കേൾക്കുന്നത്. രേഖ വിരോധമായി എഴുതിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ, ബാക്കി വായിച്ചേ. രേഖ വിരോധമായി എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. ആരുടെ വീട്ടിൽ? എഴുതിയവൻ്റെ വീട്ടിലാണോ പോയേ? അല്ല. വഴക്കുണ്ടാക്കാനാണോ പോയേ? അല്ല. 2 ചീത്ത വിളിച്ചേക്കാന്ന് പറഞ്ഞ് ഷാപ്പിലോട്ടൊക്കെയാണോ പോയേ? അല്ല. പ്രശ്നം വരുമ്പോൾ നീ പോകേണ്ടത് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന്റെ നേരെ തുറന്നിരുന്നു. ആമേൻ. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നത് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. ആമേൻ. അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിലിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. ആമേൻ. ഈ കിളിവാതിൽ എന്ന് പറയുന്നൊരു വാക്ക് ബൈബിളിലുണ്ട്. കിളിവാതിൽ എന്ന് പറയുന്ന വാക്ക് കാണുമ്പോൾ, ഒരു കിളിവാതിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു കിളിക്ക് മാത്രം കയറാനും ഇറങ്ങാനും പറ്റുന്ന വാതിലെന്നാണോ? ആണോ?
അല്ല. പിന്നെ എന്താണ് കിളിവാതിലെന്ന് പറഞ്ഞാൽ? പണ്ട് കാലങ്ങളിൽ വീടുകൾ പണിയുമ്പോൾ പ്രധാനപ്പെട്ട ഭിത്തിയുടെ ഏറ്റവും മുകളിലായി അവരൊരു ചെറിയ വാതിലുണ്ടാക്കി വെക്കും. ഒരു എയർ ഹോളാണ് സത്യത്തിൽ അത്. എന്തിനു വേണ്ടിയാണ്? സുഗമമായ വായുസഞ്ചാരം നടക്കുവാൻ. ഒരു വീടിന് നമ്മളിപ്പോൾ പണിയുമ്പോഴും എയർ ഹോൾസ് ഇട്ടാണ് വീട് പണിയാറുള്ളത്. എന്തിനു വേണ്ടിയാണ്? അബദ്ധവശാൽ ഒരു മനുഷ്യനെ ആ പെരയ്ക്കകത്ത്, ഒരു മിണ്ടാപ്രാണിയായോ ഒരു മനുഷ്യനെയോ പൂട്ടിയിട്ടിട്ട് ആരെങ്കിലും പുറത്തു പോയാൽ തിരികെ വരുമ്പോൾ ആ വീടിനകത്ത് നിലനിൽക്കുന്ന ഹ്യൂമിഡിറ്റിയും അതിനകത്തെ കാർബൺ ഡൈ ഓക്സൈഡ് നിമിത്തം ഒരു വ്യക്തി അതിനകത്ത് അകപ്പെട്ടു പോയാൽ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അവർക്ക് ഒരു പക്ഷേ ഉറക്കെ വിളിക്കാൻ പോലും കഴിയണമെന്നില്ല. ശ്വാസം നിലച്ച് അവരൊരു പക്ഷേ കൊളാപ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നാൽ ഒരു മനുഷ്യന് വേണ്ടതായ പ്രാണവായു കടക്കത്തക്ക വിധം ഒരു റൂമിനകത്ത് ഇത്ര മില്ലിമീറ്ററിൽ ഒരു എയർ ഹോൾ ഫിക്സ് ചെയ്യണം എന്നത് നല്ല തലയ്ക്കകത്ത് ആൾതാമസമുള്ളൊരു എൻജിനീയറിന് അറിയാം, അല്ലെങ്കിൽ പണ്ടത്തെ നല്ല ആശാരിമാർക്കറിയാം. അത് വെച്ച് അവരെന്ത് ചെയ്യും? ഒരു നല്ല എയർ ഹോൾ എന്ത് ചെയ്യും? ഉണ്ടാക്കി വെക്കും. നമ്മളിപ്പോൾ എന്ത് ചെയ്യും? അത് നല്ല തെർമോക്കോൾ വെച്ച് അടച്ചിട്ട് നല്ല AC മേടിച്ച് എന്ത് ചെയ്യും? പെരയ്ക്കകത്ത് വെക്കും. ആമേൻ. കുഴപ്പമില്ല, നല്ലത് തന്നെ. അപ്പോൾ അങ്ങനെ ഇത് വെക്കുന്നത് പോലെ പണ്ട് കാലങ്ങളിൽ എയർ കണ്ടീഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ വലിയ വലിയ ബിൽഡിങ്ങുകളുടെ മുകളിലായി, പ്രത്യേകിച്ച് പല നിലകളായി പണിയുന്ന കൽഭിത്തികളാൽ പണിയപ്പെട്ട വലിയ വീടുകളുടെ മുകളിലായി ഒരു ചെറിയ വാതിൽ ഉണ്ടാക്കിയിടും. ആ ചെറിയ വാതിൽ പലപ്പോഴും അവരുണ്ടാക്കുന്നത് കിഴക്കിന് അഭിമുഖമായിട്ടാണ്. എന്താണ് കിഴക്കിൻ്റെ പ്രത്യേകത? പറയൂ. പുലരിയിൽ സൂര്യൻ ഉദിച്ചു വരുന്നത് കിഴക്ക് ദിക്കിലാണ്. യേശുവിൻ്റെ നക്ഷത്രം മാജികൾ കണ്ടത് കിഴക്കിലാണ്. ദൈവം ആദ്യമായൊരു തോട്ടമുണ്ടാക്കിയത് കിഴക്കിലാണ്. എസ്കിയേൽ കണ്ട യഹോവയുടെ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയിലേക്ക് ഒഴുകുന്നതായ നദി, അതിൻ്റെ ആരംഭം കിഴക്ക് നിന്നാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടതുകൊണ്ട് തന്നെ ഇനിയും യേശു വരുന്നത് കിഴക്ക് ദിക്കിലായിരിക്കുമെന്നുള്ള ഒരു വിശ്വാസം പുലർത്തിക്കൊണ്ടാണ് ചില പൗരസ്ത്യ സഭകൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നത്. ഹലോ. ഒരു മൃതശരീരം കൊണ്ടുപോയി അടക്കുമ്പോഴും തല പടിഞ്ഞാറും കിഴക്ക് കാലും വെച്ച് ഇങ്ങനെ കിടത്തുന്നതിൻ്റെ കാര്യവും കർത്താവ് വിളിക്കുമ്പോൾ കാഹളം ധ്വനിക്കുമ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യം ആരെ കണി കാണണം? ഞാൻ ഉണരുമ്പോൾ നിന്റെ മുഖം കണ്ട് തൃപ്തനാകും. ആമേൻ. ചേർന്നൊരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. പക്ഷേ ഈ പന്ത് പോലെ തിരിയുന്ന സാധനത്തിൻ്റെ കിഴക്കെന്ന് പറഞ്ഞൊരു ഫിക്സഡ് ആയിട്ടുള്ളതായ കോണില്ല. അതാണ് സയൻറ്റിഫിക്കലി നമുക്ക് പറയാൻ കഴിയും. ഇന്നത്തെ കിഴക്ക് നാളെ തെക്കായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇരിക്കുമ്പോഴും നമ്മളെല്ലാവരും 1,00,000 കിലോമീറ്റർ വേഗതയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നോക്കൂ, ഈ രീതിയിൽ കിഴക്കൊരു വാതിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ആ കിഴക്ക് വാതിൽ താൻ തുറന്നിട്ടിട്ട് താൻ പ്രാർത്ഥിക്കുവാനായി കയറി. പണ്ട് നോഹയൊരു പെട്ടകം പണിതപ്പോൾ ആ പെട്ടകത്തിൻ്റെ അകത്ത് താൻ ഒരു കിളിവാതിലുണ്ടാക്കി. പ്രളയം കഴിഞ്ഞപ്പോൾ നോഹ കിളിവാതിൽ തുറന്നു. എന്തു തുറന്നു? അപ്പോഴും പ്രധാനപ്പെട്ട വാതിൽ തുറന്നില്ല. എന്താ കാര്യം? പറയൂ. ആ വാതിലടച്ചത് ദൈവമാണ്. അതതിൻ്റെ കാര്യം. അടച്ചവന് മാത്രമേ അത് തുറക്കാൻ പറ്റത്തുള്ളൂ. ദൈവം തുറന്നാൽ ഒരാഭിചാരകന് നിന്റെ നന്മ അടക്കിയാല. ദൈവം തുറന്നാൽ ഒരു മാന്ത്രിക മണ്ഡലങ്ങൾക്കും നിന്റെ പുരോഗതിയെ ബന്ധിക്കാൻ പറ്റുകയില്ല. ദൈവം തുറന്നാൽ പെർമനൻ്റ് ആണ്. ആരും അടയ്ക്കാതെ വേണം തുറക്കുകയും ആരും തുറക്കാതെ വേണം അടയ്ക്കുകയും ചെയ്യുന്ന ദാവീദിന്റെ താക്കോൽ അത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കരങ്ങളിലാണ്. ഒന്ന് പറഞ്ഞ്, എനിക്കായി തുറക്കപ്പെട്ടത് ആരാലും അടയ്ക്കപ്പെടുകയില്ല. എനിക്കായി തുറക്കപ്പെട്ടത് ആരാലും അടയ്ക്കപ്പെടുകയില്ല. ആമേൻ. ചേർന്ന സന്തോഷത്തോടെ ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കെ ആ പെട്ടകത്തിന് ഒരു കിളിവാതിലുണ്ട്. ആ കിളിവാതിലിലൂടെ നോഹ ഒരു പ്രാവിനെ പറത്തി വിട്ടു. പ്രാവ് കിളിവാതിൽ വഴി വെളിയിലേക്ക് ഇറങ്ങി, ദൂരം പറന്നു. കുറേ നാളായിട്ട് മഴയാണേ. ആഞ്ഞിലിയും പ്ലാവും തേക്കും എല്ലാം മുങ്ങിപ്പോയി അല്ലേ? എല്ലാം മുങ്ങുന്ന മഴയാണ് പെയ്തത്. പക്ഷേ പ്രാവ് തിരിച്ചു വന്നത് ഒരു പാഴ്സലുമായിട്ടാണ്, ഒരു കൊറിയർ മെസ്സേജ് ആയിട്ടാണ്. എന്താ പ്രാവ് തിരിച്ചു കൊണ്ടുവന്നത്? പറഞ്ഞേ. ഒരു ഒലിവ് മരത്തിൻ്റെ പച്ച തളിരിലയും കൊത്തിക്കൊണ്ടാണ് ആര് വരുന്നത്? ഈ ഒലിവ് എവിടെ ഉണ്ടായി? ഈ തളിരില എവിടെ ഉണ്ടായി? ഭൂമി മുഴുവൻ നശിച്ചു പോകുമ്പോൾ സകല ജീവജാലങ്ങളും വൃക്ഷലതാദികളും മരങ്ങളുമെല്ലാം ചീഞ്ഞഴുകി ഇലകളെല്ലാം ദ്രവിച്ചു പോയിരിക്കെ തളിർക്കുന്ന ഒരു ഒലിവ് ആ പ്രാവ് കണ്ടു. ലോകം മുഴുവൻ വ്യാപിക്കുന്ന നാശവും ഏശാത്ത ചില കുടുംബങ്ങളുണ്ട്. ആമേൻ. ഒരു ദേശം മുഴുവൻ വ്യാപിച്ച ക്ഷാമം സാരേഫാത്തിലെ വിധവയുടെ വീട്ടിലെ കലത്തിന് അറിയത്തില്ല. ആമേൻ.
സാരെഫാത്തിലെ വിധവയുടെ കലത്തിന് ക്ഷാമമെന്ന വാക്കിനെ കുറിച്ച് ഒരു അറിവുമില്ല. ദൈവം തൊട്ടവന്റെ ജീവിതത്തിന് നന്മ ഇങ്ങനെയായിരിക്കും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തും. വരണ്ട നിലത്തിലും അവൻ നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെ, വെള്ളം വറ്റാത്ത നീരുറവ പോലെയുമാകും. ചേർന്ന് യേശുവേ നന്ദി എന്നൊന്ന് പറഞ്ഞേ. അങ്ങനെ തന്നെ. ഈ ഒരു തളിരലയും കൊത്തിക്കൊണ്ട് പ്രാവ് തിരിച്ചു വന്നു. ഏതുവഴി വന്നു? കിളിവാതിലിലൂടെ വന്നു. ഇതൊരു പുതിയ യുഗപ്പിറവിയുടെ അടയാളമാണ്. കിളിവാതിലിലൂടെ പുറത്തേക്ക് പോയ പ്രാവ് എന്ത് ചെയ്യുന്നു? അകത്തേക്ക് വരുന്നു. എന്താ യുഗപ്പിറവി എന്ന് പറഞ്ഞാൽ? നോഹയുടെ കാലം വരെ, ആദാം മുതൽ നോഹ വരെയുള്ളത് ഒരു യുഗമാണ്. ആ യുഗം തീരുകയാണ്. ചില പ്രശ്നങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഓർത്തോണം, ഒരു ദുരിത യുഗം അവസാനിക്കുക. നീ മുടിയുവല്ല അതിനകത്ത്. ഞാനിത് ആരോട് പറയാൻ? അതോ ഞാൻ ഇച്ചിരി കൂടെ ചുമയ്ക്കുന്ന നിലയിൽ ഉറക്കെ പറഞ്ഞാലേ നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ? പറഞ്ഞേ. ഒരു യുഗം അവസാനിക്കുകയാണ്. എന്താ യുഗത്തിൻ്റെ പ്രത്യേകത? അത് ആദാമിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് സാത്താൻ്റെ വാഴ്ച വെളിപ്പെട്ട കാലമാണ്. ഭൂമിയിലുള്ള സകലതും ദൈവത്തിനെതിരെ മത്സരം നടത്തിയ സമയമാണ്. ആ പാപയുഗത്തിന് അവസാനം കുറിക്കുവാൻ ദൈവം ആ തലമുറയിൽ നീതിമാനായ ഒരു നോഹയെ കണ്ടു. അവന് യഹോവയുടെ കൃപ ലഭിച്ചു. ആമേൻ. കൃപ ലഭിച്ചാൽ ഓർത്തോണം, കുടുംബത്തിന് വിടുതല. ഒരു വീട്ടിൽ ഒന്നിനെ കൃപ കിട്ടിയിട്ടുള്ളതിൽ ഓർത്തോണം, ബാക്കിയുള്ളതോടെ രക്ഷപ്പെടും. അതുകൊണ്ട് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇന്ന് പകൽ ഇറങ്ങിയവരോട് ഞാൻ പറയുന്നു, നിന്റെ കുടുംബം വിടുവിക്കപ്പെടുമെന്നതിൻ്റെ ആദ്യത്തെ അടയാളമാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. നിന്റെ ഫാമിലി കംപ്ലീറ്റ്ലി കർത്താവിലേക്ക് തിരിയുമെന്നതിൻ്റെ ഏറ്റവും ശക്തമായ സൈനാണ് ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഈ സാൽവേഷൻ. വിശ്വാസമുള്ളവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഇന്നവർ എതിർക്കുമായിരിക്കും, ഇന്നവർ കുറ്റപ്പെടുത്തുമായിരിക്കും, ഇന്നവർ കല്യാണത്തിന് വിളിക്കത്തില്ലായിരിക്കും, ഇന്നവർ മരിച്ചടക്കം അറിയിക്കത്തില്ലായിരിക്കും, ഇന്നവർ കുഞ്ഞുണ്ടായ കാര്യം പറയത്തില്ലായിരിക്കും. പേടിക്കണ്ട, നാളെ നീ ഇല്ലാത്തൊരു ഇടപാട് നടക്കുകയില്ല. ആമേൻ, ഹല്ലേലൂയ. നാളെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പ്രാർത്ഥിച്ച് ആലോചന പറയുന്നയാൾ കുഞ്ഞെ നീ ആയിരിക്കും. ആ രീതിയിൽ നിന്റെ കുടുംബത്തിന്റെ അകത്ത് നിന്റെ തലയെ ഒരു രാജകീയമായി ഉയർത്തുന്ന ഒരു ദൈവപ്രവൃത്തി നിനക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പരിശുദ്ധ ആത്മാവിൽ ഇന്ന് പകൽ ഞാൻ നിന്നെ നോക്കി സ്പഷ്ടമായി പറയുന്നു. നിന്റെ കയ്യടി വെറുതെയല്ല, നിന്റെ പാട്ട് വെറുതെയല്ല, നീ ഏക്കുന്ന നിന്ന വെറുതെയല്ല, നിന്റെ സ്തുതി വെറുതെയല്ല, നിന്റെ ഈ ദൈവസന്നിധിയിലുള്ള സമർപ്പണം വെറുതെയല്ല. ഇതിനപ്പുറത്ത് ഒരു കുലം തന്നെ വിടുവിക്കപ്പെടാൻ പോകുന്നു. ഒരു സമൂഹം തന്നെ ഇറങ്ങി വരാൻ പോകുന്നു. ഒരു വലിയ ജനതയെ തന്നെ വിടുവിക്കേണ്ടതിന് ദൈവം നിന്നെ ആദ്യ ഭാഗമായി കണ്ടിരിക്കുന്നു. അത് തമ്പുരാൻ ചെയ്യാൻ പോകുകയാണ്. എൻ്റെ അപ്പൻ എൻ്റെ അമ്മയെ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ കാർന്നോര് 9 മാസമേ ഉള്ളൂ വിശ്വാസത്തിൽ വന്നിട്ട്. എൻ്റെ അമ്മ ഒരു പാസ്റ്ററുടെ മോളാണ്. പുള്ളിക്കാരിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഒരു ദൈവദാസനെ കല്യാണം കഴിക്കാൻ. പക്ഷേ എൻ്റെ അപ്പനെയാണ് വീട്ടുകാർ പിടിച്ച് കെട്ടിച്ചു വിട്ടത്. അതുകൊണ്ട് പുള്ളിക്കാരി അവിടെ വളരെ വേദനയോടെ വന്നു. ആ വീട്ടിൽ വരുമ്പോൾ അവിടെ വിശ്വാസത്തിൽ എൻ്റെ അപ്പൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ബാക്കി എല്ലാവരും കൊടിയ പാരമ്പര്യത്തിൽ ഇങ്ങനെ നിൽക്കുക. അന്നേരം എൻ്റെ അപ്പൻ്റെ അനിയൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ചേച്ചി ഞങ്ങളെ ആരും ഇതിലേക്ക് കൊണ്ടുപോകാൻ നോക്കല്ലേ, ചേച്ചിയുടെ പാട്ടും പ്രാർത്ഥനയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഞങ്ങളാരും എന്ത് ചെയ്തില്ല, ഇതിലേക്ക് വരത്തില്ല. ശരി മോനച്ച, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് നാൾ തികയുന്നതിന് മുമ്പ് 37 കുടുംബങ്ങളാണ് ഞങ്ങളുടെ ആ നാട്ടിൽ നിന്ന് വിടുവിക്കപ്പെട്ടെ. 1, 2 അല്ല, 37 കുടുംബങ്ങൾ. നിന്റെ മേലൊരു ദൈവകൃപയുണ്ടോ? നീ ഒറ്റയ്ക്ക് വിളിക്കപ്പെട്ട ആളാണോ? ഒറ്റയ്ക്കല്ല, അവരോട് കൂടെ ഉള്ളതിനേക്കാൾ അധികം നിന്റെ കൂടെയുണ്ട്. ദൈവം ചിലത് പ്രൂവ് ചെയ്യാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ചേർന്ന കരങ്ങളെ വീശി യേശുവിന് നന്ദി പറഞ്ഞേ. കം ടു ദ പോയിന്റ്. നോക്കൂ, ഒരു കിളിവാതിൽ തുറക്കപ്പെടുന്നു. അപ്പോൾ പുതിയൊരു യുഗപ്പിറവിയുടെ ആരംഭമാണ് ഇവിടെ കാണുന്നത്. നോഹയിലൂടെ ദൈവം ഒരു പുതിയ കാലഘട്ടത്തെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആ ഇനാഗുറേഷൻ സെറിമണി നടക്കുമ്പോൾ, നമ്മുടെയൊക്കെ നാട്ടിലും വലിയ ഉദ്ഘാടന കർമ്മങ്ങൾ നടക്കുമ്പോൾ പ്രാവിനെ പറത്തിവിടാറുണ്ട് അല്ലേ? വെളുത്ത പ്രാവിനെ പറത്തിവിടാറുണ്ട്. അപ്പം ഈ പ്രാവിനെ പറത്തിവിട്ട് ഉദ്ഘാടനം നടത്തുന്നത് പോലെ ദൈവരാജ്യത്തിൽ ഉദ്ഘാടന പ്രവേശനങ്ങളുടെ അടയാളമായി പ്രാവുകൾ ഇറങ്ങാറുണ്ട്. നോക്കൂ, നോഹയുടെ കാലത്തൊരു പ്രാവ് രംഗപ്രവേശം ചെയ്യുന്നു, തളിരിലെയും കൊത്തിക്കൊണ്ട്. ആമേൻ. പറത്തി വിട്ടതാ, പോകുമെന്ന് ഓർത്ത്. ഒരു കാക്കയെ പറത്തി വിട്ടു, പുള്ളി തിരിച്ചു വന്നില്ല. പക്ഷേ എന്ത് ചെയ്തു? പ്രാവ് എന്ത് ചെയ്തു?
തിരിച്ചു വന്നു. ആമേൻ. ഇവിടുന്ന് പറന്നുപോയ പ്രാവുകളെല്ലാം തിരിച്ചു വരണം. ആമേൻ. തളിരിലേയും കൊത്തി ഇവിടെ തന്നെ തിരിച്ചു കയറും. ഞാനത് പ്രവചിച്ചു പറയാം. ആ, സ്തോത്രം. വെറും ചുണ്ടുവായിട്ട് പറന്നിറങ്ങിപ്പോയതാ, പക്ഷെ തിരിച്ചു വരുമ്പോൾ തളിരുവായിട്ടേ വരുള്ളൂ. ഇവിടെ ഇരിക്കുന്നവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറയും, പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്കത് കാണാമെന്ന് പറ. ശരി, കസേര കുറെ കൂടുതലെണ്ണം നിരത്തിക്കോ, ഇത് നടക്കും. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ച് കേക്ക്. പറത്തിവിട്ട ചിലത് തിരിച്ചു വരും, കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോയ ചിലത് തിരിച്ചു കയറും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചുമ്മാതൊന്നും ഒരു കാര്യവും ചെയ്യുകയല്ല. അപ്പോൾ ഈ പ്രാവ് തിരിച്ചു വന്നു. ഒരു യുഗപ്പിറവി. ദൈവം നോഹയുമായി ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ആ ദിവസം ദൈവം ഒരു സീലടിച്ചു. സീല് വെച്ചത് ആകാശത്താണ്. നോഹ നോക്കുമ്പോൾ ആ പുതിയ സീല് കണ്ടു. ആ സീലിൻ്റെ പേരാണ് മഴവില്ല്. 7 വർണ്ണങ്ങളാൽ നിറയപ്പെട്ടൊരു പുതിയ സീല് ആകാശത്ത് വെളിപ്പെട്ടു. ആമേൻ. ആ മഴവില്ലിനാൽ ദൈവം നോഹയോടൊരു ഉടമ്പടി ചെയ്തു. ഇനി ഞാൻ ഭൂമിയെ ജലപ്രളയത്താൽ നശിപ്പിക്കുകയില്ല. ഞാൻ അതാണ് പറഞ്ഞത്, ചില നാശങ്ങളിൽ നിന്ന് കയറിയവരോട് ദൂത്, ഇനി നീ അത് കാണുകയില്ല. ഇനി ആ ബാധ്യത വരത്തില്ല. ഇനി ആ രോഗം എത്തത്തില്ല. ഇനി ആ വിഷയം തലപൊക്കില്ല. ഇനി അവന്മാർ നിന്റെ വീടിന്റെ വാതിക്ക വരത്തില്ല. ഇനി നിന്നെ നോക്കി അവർ ഫോൺ ചെയ്യാൻ തയ്യാറാകത്തില്ല. ദൈവം ചിലതിന് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ഒരു ഉടമ്പടിയുടെ സീലായി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിനക്കൊരു കൺഫർമേഷൻ തരികയാണ്. ധൈര്യമായിട്ടിരിക്കുക. ഞാൻ ചിലതിന് അറിവ് വരുത്തുകയാണ്. ഞാൻ ചിലതിന് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ഇനി നീ പേടിക്കണ്ട. ചിലതിനെക്കുറിച്ചുള്ള ആങ്സൈറ്റി ഈ ദൂതിനാൽ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ചില വല്ലാത്ത ഭയങ്ങൾ ഈ ദൂതിനാൽ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന സന്തോഷം വെളിപ്പെടാൻ പോകുകയാണ്. ആ കരങ്ങളെ അടിച്ച് യേശുവിന് നന്ദി പറഞ്ഞാട്ടെ. ഈ ദൈവപ്രവൃത്തി പോലെ ഇതിന് സമാനമായ വേറൊരു കാര്യം കൊണ്ട് നടക്കുന്നു. നോഹ അതിനുശേഷം ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി വീഞ്ഞ പുള്ളി ഉൽപ്പാദിപ്പിക്കുന്നത്. ആ വീഞ്ഞ് കുടിച്ച് പുള്ളി പൂസായത് വേറൊരു കാര്യം. ഓക്കെ. പക്ഷേ ഈ യുഗപ്പിറവിയുമായി ബന്ധപ്പെട്ട് കിളിവാതിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യനായി വന്ന് 30 വർഷം ഇവിടെ ഒരു സാധാരണ ജീവിതം ജീവിച്ച് 30-ാം വയസ്സിൽ യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കാൻ ചെന്ന് നിൽക്കുന്നു. ഇത്രയും ഭാഗം കണ്ടല്ലോ, മനസ്സിൽ കണ്ടല്ലോ. അവിടെ യേശു സ്നാനമേറ്റു മുങ്ങി പൊങ്ങി ഈറനണിഞ്ഞവനായി നിന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആ സമയം നോഹ പെട്ടകത്തിന്റെ കിളിവാതിൽ തുറന്നതുപോലെ സ്വർഗത്തിന്റെ കിളിവാതിൽ ഉയരത്തിൽ തുറക്കപ്പെടുന്നു. ഒന്നൂടെ. നോഹ പെട്ടകത്തിന്റെ കിളിവാതിൽ തുറന്ന പോലെ ദൈവപിതാവ് സ്വർഗത്തിന്റെ കിളിവാതിൽ, മനസ്സിലായവർ മാത്രം ഒരു സ്തോത്രം പറ. നോഹ പെട്ടകത്തിന്റെ കിളിവാതിൽ തുറന്ന പോലെ ദൈവപിതാവ് സ്വർഗത്തിന്റെ കിളിവാതിൽ തുറക്കുന്നു. നോഹ പ്രാവിനെ പറത്തി ഭൂമിയിലേക്ക് അയച്ചതുപോലെ ദൈവപിതാവ് തന്റെ പ്രാവായ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു. ഓ ഹല്ലേലൂയ. വെള്ളത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിലേക്ക് ഉയരത്തിൽ നീ പ്രാവ് എന്ന പോലെ ആത്മാവ് പറന്നിറങ്ങുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടെ പറയാം. ഈ പറന്നിറങ്ങുന്ന പ്രാവിന്റെ ഷേപ്പ് എങ്ങനാ? അത് നേരെ താഴ്പോട്ടാണ് ലക്ഷ്യം വെച്ച് വരുന്നത്. അതായത് അതിൻ്റെ 2 ചുണ്ടുകൾ ഇങ്ങനെ താഴേക്ക് നീണ്ട്, ചിറകുകൾ ഇങ്ങനെ വിരിഞ്ഞു നിന്ന്, വാലിങ്ങനെ വിടർന്ന് ഒരു പക്ഷി താഴേക്ക് ഇങ്ങനെ പറന്നിറങ്ങുകയാണ്. അവൻ്റെ 2 ചുണ്ടുകൾ ഈ പഴയ നിയമത്തെയും പുതുനിയമത്തെയും പ്രതിദാനം ചെയ്യുന്നതാണ്. അതിൻ്റെ വലത്തെ ചിറകിൽ 9 പ്രധാനപ്പെട്ട വലിയ തൂവലുകളുണ്ട്. അത് പുതുനിയമത്തിലെ ആത്മാവിന്റെ 9 ഫലങ്ങളെ കാണിക്കുന്നതാണ്. അവന്റെ ഇടത്തെ ചിറകിൽ വലിയ 9 തൂവലുകളുണ്ട്. അത് 9 വിധ ദൈവികമായ അധികാരങ്ങളെ കാണിക്കുന്നതാണ്, ശ്രേഷ്ഠ വരങ്ങളെ കാണിക്കുന്നതാണ്. തീർന്നില്ല. ഒരു വെളുത്ത പ്രാവിൻ്റെ
വാലയിൽ എണ്ണിയാ നോക്കിയാൽ മതി, വലിയ 5 തൂവലുകളാണ്. ഒരു വെളുത്ത പ്രാവിൻ്റെ പ്രധാനപ്പെട്ട വാലിൽ എത്ര തൂവലുകളുണ്ട്? ഈ പ്രാവ് ഇങ്ങനെ പറന്നിറങ്ങുമ്പോൾ ഇതിന് 5 തൂവലുകൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുക. ഒന്നാമത്തെ തൂവൽ അപ്പോസ്തലൻ, പറ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. പുതുനിയമത്തിൽ ചർച്ചിലെ 5 ഫോൾഡ് മിനിസ്ട്രി, ആത്മാവിൻ്റെ മുഴുവൻ ഫലങ്ങൾ ഇതെല്ലാം ഒരുവൻ്റെ മേൽ ആവസിക്കുന്നു. ആരുടെ മേൽ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിൻ്റെ മേൽ. ഒരു സ്തോത്രം പറയണം. പ്രാവിനെ കിളിവാതിലൂടെ പറത്തിവിട്ടു. പ്രാവ് വന്ന് ഇവിടെ കയറി. ഇനി ഈ പ്രാവ് തിരിച്ചു ചെല്ലും ആ കിളിവാതിലിലൂടെ. ഒന്ന് കേട്ടെ, ഈ പ്രാവ് തിരിച്ചു കയറും. എവിടേക്ക്? അതിനെ ഈ ഭൂമിയിലേക്ക് പറത്തിവിട്ടവൻ്റെ അരികിലേക്ക്. അത് തിരിച്ചു കയറുമ്പോൾ ചുമ്മാതല്ല, അതിൻ്റെ ചുണ്ടയിൽ ഒരു തളിരുണ്ടായിരിക്കും. ആ തളിരൊളിവില എന്താണെന്നറിയാമോ? യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ സഭ. ആ സഭയെ കൊത്തിക്കൊണ്ട് യേശുവിലേക്ക് പറന്നിറങ്ങിയ പ്രാവ് ഒരിക്കൽ കൂടെ കിളിവാതിലിലേക്ക് തിരികെ പറന്നു കയറുന്ന ഒരു ദിവസം വരുന്നു. നിന്റെ പ്രത്യാശയുടെ പൂർത്തീകരണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, പ്രാവ് നിങ്ങളുടെ മേലുണ്ടോ? ആമേൻ. പ്രാവുണ്ടോന്ന് ചോദിച്ചേ. ചോദിക്കേ. യേശു ഈ പ്രാവിനെ ഭൂമിയിലേക്ക് വിളിച്ചത് എന്നെ കൊത്തിക്കൊണ്ട് പോകാനാ. അടുത്തിരിക്കുന്ന പറയാം, നിങ്ങളെ കൊത്തിക്കൊണ്ട് പോകുന്നു പറ. അഴുകാൻ പോകുന്ന ലോകത്തിന് നടുക്ക് നിന്നെ കൊടുക്കുകയല്ല. മുടിയാനിരിക്കുന്നതിന് ഇടയ്ക്ക് നിന്നെ വിടുകയല്ല. കൊത്തിക്കൊണ്ട് പോകും, കൊത്തിക്കൊണ്ട് പോകും. പറന്നിറങ്ങിയ പ്രാവ് കൊത്തിക്കൊണ്ട് തിരിച്ച് ആ കിളിവാതിലേക്ക് കയറും. ആ കിളിവാതിൽ അന്നത്തോടെ അടയും. പിന്നെ അവസാനമില്ലാത്ത നിത്യ യുഗങ്ങൾ നീ ദൈവത്തോടു കൂടെ വസിക്കും. അങ്ങനെ ഒരു സുപ്രഭാതം, ഒരു ദിവസം ദൈവപൈതലേ, നിന്റെ പ്രത്യാശയുടെ പൂർത്തീകരണമായി വരുന്നുണ്ട്. യേശു വരും, കർത്താവ് നിന്നെ ചേർക്കും, നാം പറന്നു പോകും. ആമേൻ. ഒരാമേൻ പറ. പ്രാവ് വന്നാ പിന്നെ ഉടമ്പടിയാ. നോഹ മുന്തിരിത്തോട്ടം ഉണ്ടാക്കി. ഇവിടെ മുന്തിരിത്തോട്ടം ഉണ്ടാക്കാനുള്ള നേരമൊന്നുമില്ല. ആകെപ്പാടെ 3.5 വർഷമേ ഉള്ളൂ. മുന്തിരിത്തോട്ടം ഉണ്ടാക്കാൻ പോയാൽ പിന്നെ അതിനുള്ള സമയമേ ഉള്ളൂ. അതുകൊണ്ട് പറഞ്ഞ് കൽപ്പാത്രത്തിൽ വെള്ളം കോരിക്കോളാൻ പറഞ്ഞു. കേൾക്കുന്നുണ്ടോ ഈ പറയുന്നേ? ഇവിടെ മുന്തിരി പറിക്കാനൊന്നും നേരമില്ല. അതുകൊണ്ട് ഉള്ള പാത്രത്തേക്ക് എന്ത് ചെയ്തു? വെള്ളം കോരുകയോ വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുത്തു. കോരിയവനല്ലാതെ കുടിച്ചവന്മാരൊന്നും അറിഞ്ഞില്ല എവിടുന്നാ വന്നേന്ന്. ആമേൻ. സകല എണ്ണത്തിന് ലഹരി പിടിച്ചു. അവന്മാർ തിരിച്ചു പറഞ്ഞു. സാധാരണ എല്ലാവരും വീര്യമേറിയത് ആദ്യവും പിന്നെ എളുപ്പവുമാണ് കൊടുക്കാറുള്ളത്. നീ ഇതുവരെയും നല്ലത് സൂക്ഷിച്ചു വെച്ചല്ലോ. ഈ യേശു തരുന്നത് കിട്ടുമ്പോഴേ അറിയത്തുള്ളൂ നല്ലത് ഇപ്പോഴാണ് കിട്ടിയതെന്ന്. അതുവരെ കിട്ടിയതൊക്കെ 2ാം കിടയാ. യേശു തരുന്നതിനാ ലഹരി, യേശു തരുന്നതാ നല്ലത്, യേശു തരുന്നതാ ശ്രേഷ്ഠം. അനേക പാപികൾക്കും ദുഷ്ടന്മാർക്കും ഉള്ളതിനേക്കാൾ ദൈവത്തിന്റെ പൈതലിനുള്ള അല്പം ഏറെ നല്ലത്. അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്ന് ആരും അപഹരിക്കുകയില്ല. ആരും അപഹരിക്കാത്ത അല്പം പിടിച്ചവർക്ക് എന്ത് കിട്ടി? ചത്തു പുഴുത്തുപോയ സഹോദരനെ 4ാം പൊക്കം കല്ലറയിൽ വന്നിട്ട് അല്പമായത് ഏറ്റെടുത്തവൾക്ക് വേണ്ടി അരുമനാഥൻ അവരെ തിരിച്ചു കൊടുത്തു. ഇതൊരു ദൂതാ നിന്നോടുള്ളത്. നിനക്കുള്ള അല്പത്തെ ദൈവം അനേകർക്കുള്ള സമൃദ്ധിയേക്കാൾ ശ്രേഷ്ഠമായി മാറിക്കുന്നൊരു ദിവസം വരുന്നു. ആമേൻ. സ്തോത്രം, സ്തോത്രം. വചനം മനസ്സിലായെങ്കിൽ മാത്രം കൈപൊക്കിക്കേ.
മനസ്സിലായെങ്കിൽ മാത്രമേ കൈ പോക്കാവുള്ളൂ. ചുമ്മാ കൈ പൊക്കി കാണിച്ച് കേൾക്കരുത്. ശരി, കൈ താത്തിട്ടാതെ, ഹാൻഡ്സ് ഡൗൺ. ആദ്യത്തെ ഒരു പുത്രനുണ്ട്, പുള്ളിയുടെ പേര് നോഹ എന്ന. പുള്ളി മുന്തിരിത്തോട്ടം ഉണ്ടാക്കി വീഞ്ഞു കുടിച്ച് മുടിഞ്ഞു, മക്കളെ ശപിച്ചു. ഇവിടെ ഒരുവൻ പച്ചവെള്ളത്തിൽ നിന്ന് വീഞ്ഞുണ്ടാക്കി. ആ വീഞ്ഞിനാൽ അവൻ വെളിപ്പെടുത്തിയത് അപമാനമല്ല, ദൈവത്തിൻ്റെ മഹത്വമാണ്. ദൈവത്തിൻ്റെ മഹത്വമാണ്. യേശു അടയാളങ്ങളുടെ ആരംഭമായി ഇതിനെ കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് ചെയ്ത് ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. ഒരു സ്തോത്രം പറഞ്ഞ്, മഹത്വം വെളിപ്പെടും. അത്ഭുതവും നടക്കും, മഹത്വവും വെളിപ്പെടും. പറഞ്ഞ്, അത്ഭുതം നടക്കും, മഹത്വവും വെളിപ്പെടും. എനിക്ക് വേണ്ടി ഒരു അത്ഭുതം നടക്കും, എൻ്റെ മേൽ മഹത്വവും വെളിപ്പെടും. പറഞ്ഞ്, എനിക്ക് വേണ്ടി ഒരു അത്ഭുതം നടക്കും, എനിക്ക് വേണ്ടി ഒരു അത്ഭുതം നടക്കും, എനിക്ക് വേണ്ടി ഒരു അത്ഭുതം നടക്കും. ദൈവത്തിന്റെ മഹത്വവും വെളിപ്പെടും. അത്ഭുതവും മഹത്വവും. അത്ഭുതം എനിക്ക്, മഹത്വം ദൈവത്തിന്. പറഞ്ഞേ, അത്ഭുതം എനിക്ക്, മഹത്വം ദൈവത്തിന്. എല്ലാരും പറ, അത്ഭുതം എനിക്ക്, മഹത്വം ദൈവത്തിന്. ഒന്നുകൂടെ, അത്ഭുതം എനിക്ക്, മഹത്വം ദൈവത്തിന്. ഇപ്പൊ കിളിവാതിൽ 2 എണ്ണം കണ്ടു. പിന്നൊരു കിളിവാതിലുണ്ട്. ആ കിളിവാതിൽ മലാഖിയുടെ പ്രവചനത്തിലാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ ആലയത്തിലേക്ക്, ഇത് കേൾക്കുമ്പോൾ കാശ് പിരി പിന്നെയും തുടങ്ങുന്നൊന്നും പറഞ്ഞേക്കരുത്, വേദോസത്തിലുള്ളതാണ് പറയുന്നത്. എൻ്റെ ആലയത്തിലേക്ക് നിങ്ങളുടെ ദശാംശം മുഴുവൻ കൊണ്ടുവരുവീൻ, ഇതിനാൽ നിങ്ങൾ എന്നെ പരീക്ഷിപ്പീൻ. അങ്ങനെ ചെയ്താൽ ഞാൻ ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന്, ഞാൻ ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം നന്മ കൊണ്ട് നിന്നെ നിറയ്ക്കും. സ്ഥലം പോരാതെ വണ്ണം നന്മ കൊണ്ട് നിന്നെ നിറയ്ക്കും. ആമേൻ. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി, സിന്ധു ചേച്ചിയാണ്, ആദ്യമായിട്ട് ചേച്ചിയുടെ തെങ്ങയിലുണ്ടായ 2 തേങ്ങ കൊണ്ടുവന്ന് എനിക്ക് തന്നു. അന്നേരം ഒരാളിനോട് ചോദിച്ചു, അയ്യോ പാസ്റ്റർക്ക് 2 തേങ്ങയുടെ ആവശ്യം എന്നാ ഉള്ളേ? ഞാൻ പറഞ്ഞു, ഉണ്ട്, ഈ തേങ്ങ എനിക്ക് വേണം, ഇതുകൊണ്ട് തന്നെ ചമ്മന്തി അരച്ച് കഴിക്കേണ്ട കാര്യം എനിക്കുണ്ട്. ആമേൻ. അങ്ങനെ തന്നെയാണ് ആ തേങ്ങ, ഞാൻ അതുകൊണ്ട് അങ്ങനെ തന്നെ ഉപയോഗിച്ചു. എന്താ അതിൻ്റെ കാര്യം? ദൈവം നിനക്ക് നൽകുന്നതിൻ്റെ ആദ്യ പങ്ക് ദൈവത്തിനായിരിക്കണം. അത് ദൈവം നിനക്ക് നൽകുന്ന തെങ്ങയിൽ 2 തേങ്ങയായാലും, നീ ഇടുന്ന ഒരു മൂട് കപ്പയായാലും, ഇതിൻ്റെ കോഴി ഇടുന്ന ആദ്യത്തെ മുട്ടയായാലും, അങ്ങനെ തന്നെയാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ കപ്പയും ചേനയൊക്കെ എനിക്ക് കൊണ്ടുതരുന്ന ആളാണ് അനില ആൻറ്റി. ചെയ്തു നോക്കിക്കേ, അനുഗ്രഹിക്കപ്പെടും. എനിക്ക് വേണ്ടിയിട്ടല്ല ഞാനീ പറയുന്നത്. ഇവിടെ കൊണ്ടുപോകാം, നമുക്ക് വേറെ ദൈവമക്കൾക്ക് വല്ലതും കൊടുത്തേക്കാം, ഒരു കുഴപ്പമില്ല, ആവശ്യക്കാർക്ക് കൊണ്ടുപോകാം. പക്ഷേ ആലയത്തിൽ കൊണ്ടുപോവാം. നിൻ്റെ പണം കൊണ്ട് ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുക. നീ എന്നും അരിയിടാൻ നേരം ഒരു പിടി അരിയെടുത്തൊരു പാത്രത്തിലിട്ട് മാറ്റി വെക്ക്. ഒരു മാസം തികയുമ്പോൾ അതൊരു പാത്രത്തിൽ നിന്നും കുടഞ്ഞൊരു കവറിലാക്കി ഇവിടെ കൊണ്ടുവന്ന് സ്തോത്രകാഴ്ച അർപ്പിക്കും. ഇവിടെ കൊണ്ടുവന്ന് വെയ്. ഇവിടെ വരുന്ന ദൈവമക്കളിൽ ആർക്കെങ്കിലും അരിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്കത് പ്രാർത്ഥിച്ച് നമുക്ക് കൊടുത്തുവിടാം. ആമേൻ. ആലയത്തിലെ നന്മ കൊണ്ട് കുറച്ച് പേർ ജീവിക്കട്ടെ. ഇന്ന് തൊട്ട് ആ ഒരു തീരുമാനമെടുത്തേ, ഞാനത് ചെയ്യും. 10 സോപ്പ് മേടിച്ചാൽ ഒരു സോപ്പ് ഇവിടെ കൊണ്ടുപോവാ, 2 കോൾഗേറ്റ് മേടിച്ചാൽ ഒരെണ്ണം കൊണ്ടുപോവാ. അത് പാസ്റ്റർക്ക് വലുതേക്കാനല്ല, നമുക്കൊരു ദൈവ പൈതലിന് കൊടുക്കാം, നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് കൊടുക്കാം, അത് ആർക്ക് വേണമെങ്കിലും എടുക്കാം. ആ നിലയിലൊരു സംവിധാനം ഉണ്ടാകട്ടെ. കുറവുകളില്ലാത്തൊരു നിലയിലേക്ക് എല്ലാവരും വളരട്ടെ. ദൈവം ഇത് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പൈതൃകം പിന്തുടരാം. ഇത് അപ്പോസ്തോലിക കാലഘട്ടത്തിലുണ്ടായിരുന്നു. സകലതും വിറ്റുപറക്കി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. സ്ഥലം വിറ്റൊന്നും ആരും ഇങ്ങോട്ട് പോരണ്ട, അതിൻ്റെ പേര് പറഞ്ഞെന്നും പറഞ്ഞ് കേട്ടോ. നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്യുക, നിങ്ങൾക്ക് കഴിയുന്നതിനാൽ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുക. പക്ഷേ പണം, ദൈവരാജ്യത്തിൽ നിങ്ങളുടെ പണത്തിന് ഭയങ്കരമായ പ്രാധാന്യതയുണ്ട്. ചിലരുടെ ദാരിദ്ര്യം മാറാത്തതിൻ്റെ പുറകിൽ അവർ ധനം നിമിത്തം ദൈവരാജ്യത്തെ ബന്ധിപ്പിക്കാത്തതിനാലാണ്. നിങ്ങളുടെ മണിയുമായി നിങ്ങൾ ദൈവരാജ്യത്തെ ഒന്ന് കണക്ട് ചെയ്തേ. എവറി ഡേ ഒരു ഓഫറിങ് ഇട്ട് നോക്കിക്കേ. വീട്ടിൽ 2 പാത്രം വെയ്, അതിനകത്ത് ഒരെണ്ണത്തിനകത്ത് ദൈവം നിനക്ക് നൽകുന്ന നന്മയുടെ, മറ്റേതിനകത്ത് അതിനകത്തൊന്ന് എല്ലാ ദിവസവും ഒരു ഓഫറിങ് ഇട്ടിട്ട് തുടങ്ങിക്കേ. നിൻ്റെ കുഞ്ഞുങ്ങളെ നീ അത് പഠിപ്പിച്ചേ. ഹലോ ഹലോ എവറി ഡേ നിങ്ങളുടെ നന്മകളെ നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് മാറ്റിവെച്ചേ. അതൊരു നന്മയാകുമ്പോൾ നമുക്കൊരു സാധുവിന് നന്മ ചെയ്യാം. സഭയിലുള്ള ഒരു കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തെ നമുക്ക് സഹായിക്കാം. നമ്മുടെ കൂട്ടത്തിൽ വീട് പണിയുന്ന ഒരാൾക്ക് നമുക്കതിനൊരു സഹായം ചെയ്യാം. ആലയത്തിൽ കൊണ്ടുവരൂ, നമുക്കത് ഉപയോഗിക്കാം. വലിയ കാര്യങ്ങൾ നടക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ വരുന്ന വെള്ളി, ശനി, ഞായർ നമ്മുടെ ഇവിടെ ഫാസ്റ്റിംഗ് പ്രയറാണ് 3 ദിവസം. ഈ വരുന്ന അടുത്ത വെള്ളി, ശനി, ഞായർ രാവിലെ മീറ്റിംഗ് ഉണ്ട്, രാത്രിയിലും മീറ്റിംഗ് ഉണ്ട്. എല്ലാവരോടും ഒന്ന് പറഞ്ഞേ, വൈകിട്ടും പകലും ഉണ്ടെന്ന് പറ. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നിങ്ങളെ ഞാൻ നിർബന്ധിക്കും. കാരണം ഈ 3 ദിവസത്തെ വാടകയും മറ്റു കാര്യങ്ങളും ചിലവുകളുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ തരണം. ഒരു ദിവസത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്യുക.
10,000-8,000 രൂപയേ ആവുള്ളൂ ഇതിൻ്റെ വാടക കൊടുക്കാൻ. ഞങ്ങൾക്ക് പോലും തരണ്ട, താഴെ കൊണ്ട് കൊടുക്കുക, പൈസ കൊടുക്കുക, റെസിപ്റ്റ് മേടിക്കുക, കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യുക, തരിക. അപ്പോൾ ഒരു ദിവസത്തെ മീറ്റിംഗ് നിങ്ങളുടെ ചിലവിൽ നിങ്ങൾക്ക് നടത്താം, നമുക്കത് 5 ദിവസത്തെ മീറ്റിംഗ് ആക്കാം. അപ്പോൾ ഇതൊക്കെ നടപ്പിലാകുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ നന്മ നിങ്ങൾ കൊണ്ടുവന്നാൽ നിർബന്ധമായും പണം ദൈവരാജ്യത്തിൽ കൊടുത്തിരിക്കണം. നിർബന്ധമായും ക്യാഷ് ദൈവരാജ്യത്തിൽ കൊടുക്കണം. കാരണം നിനക്ക് കിട്ടുന്ന പണം അത് പലയിടങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഇതിൻ്റെ മേലൊരു എനർജി ഫീൽഡുണ്ട്. ഈ പണത്തെ ദൈവരാജ്യത്തിൽ കണക്ട് ചെയ്യുമ്പോൾ അത് ഫിൽട്ടർ ചെയ്യപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? പണത്തിൻ്റെ ആദ്യ പങ്ക് ദൈവരാജ്യത്തിലേക്ക് മാറ്റുമ്പോൾ, കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നീക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ബാക്കി 90 കൊണ്ട് നിൻ്റെ ബാക്കിയുള്ള 100 കാര്യങ്ങളും നടന്നോളും. ആമേൻ. ദൈവരാജ്യത്തിനോട് വിതച്ചാൽ കിട്ടാതെ പോകുകയില്ല. ഇത് പറഞ്ഞ് ഞാൻ വിടുന്നു. നിങ്ങളുടെ നന്മ കൊണ്ടുവരുവീൻ, നിങ്ങളുടെ ദശാംശം മുഴുവനും നിങ്ങൾ കൊണ്ടുവരുവീൻ. ഞാൻ സ്ഥലം പോരാതെ വണ്ണം ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ നന്മയെ മടക്കി തരാമെന്ന് കർത്താവ് ഉറപ്പ് തരുന്നു. ഒരു നാടിനെ നശിപ്പിക്കാൻ തുടങ്ങുകയാണ് യോശുവയുടെ കാലത്ത്. അന്ന് ആ നാട് ഉറ്റുനോക്കാൻ വേണ്ടി ചെന്ന 2 പേരെ, ഒരു സ്ത്രീ, റാഹാബ് എന്നാണ് അവളുടെ പേര്. അവൾ ഗണികയായൊരു സ്ത്രീയാണ്. നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ആരും അവൾക്ക് നല്ലൊരു അഡ്രസ്സ് കൊടുക്കാറില്ല. പക്ഷേ അവൾ ചെയ്തു. 2 പേരെ അവൾ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചു. യോശുവയുടെ കാലത്ത് അയക്കപ്പെട്ട 2 പേരാണ്. ആ 2 പേരെ അവൾ തൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു. അപ്പോൾ നാട്ടിലുള്ളവർ വന്നിട്ട് ചോദിച്ചു, 2 പേരും ഇങ്ങോട്ട് കയറിയല്ലോ. അവൾ പറഞ്ഞു, ഇവിടെ എങ്ങും ആരുമില്ല, ഞാൻ ആരെയും ഒളിപ്പിച്ചിട്ടില്ല. അവർ തിരിച്ചുപോയി. പോകാൻ നേരം അവർ പറഞ്ഞു, ഞങ്ങൾ ഈ നാടിനെ നശിപ്പിക്കാൻ വന്നവരാണ്, പക്ഷേ നിൻ്റെ ഭവനത്തെയും നിനക്കുള്ളതിനെയും ഞങ്ങൾ രക്ഷിക്കാം. അവൾ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? നീ ഒരു കാര്യം ചെയ്യണം. നിൻ്റെ വീടിൻ്റെ കിളിവാതിലിലൂടെ ഒരു ചുവന്ന ചരട് കെട്ടി നീ താഴേക്ക് തൂക്കിയിട്ടേക്കണം. ഈ വീടാന്തരം കയറി ഞങ്ങളുടെ വാളുകൾ വ്യവഹാരം നടത്തുമ്പോൾ ഈ ചുവന്ന ചരട് തൂക്കിയിട്ടിരിക്കുന്ന നിൻ്റെ വീട്ടിൽ ഞങ്ങളുടെ വാളുകൾ സാഹസം ചെയ്യുകയില്ല, നിന്നെ ഞങ്ങൾ രക്ഷിച്ചു കൊള്ളാം. അങ്ങനെ ആ കുഞ്ഞു കിളിവാതിലിലൂടെ താഴേക്ക് തൂക്കിയിട്ട ആ ചരട് നിമിത്തം അവൾ തൻ്റെ കുടുംബത്തെ രക്ഷിച്ചതായി ദൈവവചനം നമ്മളോട് പറയുന്നു. ഇവിടുത്തെ ചോദ്യം, ഏതാണ് ഈ കിളിവാതിൽ? ഏതാണ് ഈ ചുവപ്പ് ചരട്? ഈ കിളിവാതിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ വലത്തെ വാരിയലിനിടയിലൂടെ ഒരു പടയാളി കുന്തം കൊണ്ട് കുത്തിയപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയം മുറിഞ്ഞു. ആമേൻ. ഈ ഇടത്തെ വാരിയലിനിടയിലൂടെ കുത്തിയപ്പോൾ എന്ത് ചെയ്തു? ഹൃദയം മുറിഞ്ഞു. ആ മുറിവിലൂടെ ബൈബിൾ പറഞ്ഞു, രക്തവും വെള്ളവും ഒഴുകി. രക്ഷയ്ക്കായി ഈ തിരുഹൃദയത്തിലൂടെ താഴേക്കിങ്ങനെ യേശുവിൻ്റെ ഉടൽ വഴി ഒഴുകിയിറങ്ങിയ ആ അവസാനതുള്ളി രക്തനദി ഒരു നൂല് പോലെ യേശുവിൻ്റെ തിരുശരീരത്തിലൂടെ ഒഴുകി താഴേക്ക് വന്നു. നോക്കൂ, ആ കിളിവാതിലൂടെ താഴേക്ക് താന്നു കിടക്കുന്ന ആ ചുവപ്പ് ചരട് പോലെ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ കിളിവാതിലായ ക്രിസ്തുവിൻ്റെ തിരുശരീരം പിളർക്കപ്പെട്ട് യേശുവിൻ്റെ രക്തം ഒരു ചരട് പോലെ എനിക്ക് വേണ്ടി നീട്ടപ്പെട്ടതിനാൽ വേശ്യയും കള്ളനും കൊള്ളുവേലാത്തവനുമൊക്കെയായ നമ്മക്കൊക്കെ ജീവനെ തിരിച്ചു കിട്ടുവാനത് കാരണമായി മരണത്തിൽ നിന്ന്, ആയുധങ്ങളിൽ നിന്ന്, സാഹസങ്ങളിൽ നിന്ന്, മൃത്യുവിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, കെടുതിയിൽ നിന്ന് നമുക്ക് രക്ഷ തന്നത് എന്ത്? അത് യേശുവിന്റെ തിരുരക്തമാണ്. ഒരാമേൻ പറയണം. രേഖവിരോധമായി എഴുതിയിരിക്കുന്നു. ദാനിയേൽ കേട്ടപ്പോൾ താൻ പതിവ് പോലെ ചെയ്യാറുള്ളത് പോലെ തൻ്റെ വീട്ടിൽ വന്ന് തൻ്റെ കിളിവാതിൽ തുറന്ന് എന്ത് ചെയ്തു? യെരൂശലേമിന് നേരെ തൻ്റെ കിളിവാതിൽ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ. ഈ വാക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. താൻ മുമ്പേ ആ രേഖ എഴുതിയെന്ന് കേട്ടപ്പോഴല്ല, കേട്ടോ, പ്രശ്നം ഉണ്ടായെന്ന് കേട്ടപ്പോഴല്ല, അതുണ്ടാകുന്നതിന് മുൻപും തൻ്റെ പതിവ് ശീലമാണിത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, മുമ്പേ ചെയ്തു വന്നതുപോലെ. അപ്പോൾ ചെയ്തു വരേണ്ടതിനൊരു ശീലമുണ്ട്. എന്താണ് ആ ശീലം? അതിങ്ങനെയാണ്, മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഒരു ദൈവ പൈതൽ തൻ്റെ ഈ മുട്ട് നിലത്ത് കുത്തി 3 തവണ പ്രാർത്ഥിക്കുന്നത് എഴുതപ്പെട്ട ഏത് രേഖയും തിരുത്താൻ, ഏത് രാജകീയ അധികാരങ്ങളുടെ മീതെയും നിന്റെ പ്രാർത്ഥനയ്ക്കായി മടക്കപ്പെടുന്ന മുട്ടുകൾക്ക് ശക്തിയും ബലവും ഉണ്ടെന്ന് തെളിയിക്കാൻ അതൊരു കാരണമായി തീരും. ഹല്ലേലൂയ.
ഒട്ടകത്തിൻ്റെ മുട്ടുകളുള്ള ആദ്യമായി യേശുവിൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ വധിക്കപ്പെട്ട വിശുദ്ധ യാക്കോബിൻ്റെ ചരിത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് യാത്ര ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ഇനി നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ് ആ നദീതീരത്തോളം കടന്നു ചെന്ന് ആ തുറമുഖത്തോളം കടന്നു ചെന്നിട്ട് താൻ മുട്ടുകുത്തി പൊതുവായൊരു സ്ഥലത്ത് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോസ്തലനായ പൗലോസിൻ്റെ ശീലമായിരുന്നു മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. ഗെത്സമന തോട്ടത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ശീലമാണ് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുക, പിന്നെ കവിണ്ണ് വീണ് പ്രാർത്ഥിക്കുക, നിലത്ത് കിടന്ന് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഒരു ശീലമാണ്. അടുത്തിരിക്കുന്നത് പറഞ്ഞ് ഇതൊക്കെയാണ് ശീലിക്കേണ്ടത്. ഒരു സ്തോത്രം പറ. ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. നീ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇത് പറഞ്ഞത് ദാവീദാണ്. 3 വട്ടം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നൊരു ശീലം ദാനിയേലിനുണ്ട്. 3 നേരം ഒരു ദിവസം പ്രാർത്ഥിക്കുന്ന ശീലം ദാവീദിനുണ്ട്. ഇവർ രണ്ടുപേരും എവിടാ ജീവിച്ചേ? പറഞ്ഞേ. 4 രാജാക്കന്മാരുടെ കാലത്ത് മാറി മാറി വന്ന 4 ഭരണകാലഘട്ടങ്ങളിൽ ദാനിയേൽ ക്ഷേമത്തോടെ ഇരുന്നു. രാജാക്കന്മാർക്ക് കസേരയെ പോലും സ്വസ്ഥതയില്ലായിരുന്നു. പക്ഷെ ദാനിയേലിനൊരു കുഴപ്പവും ഇല്ലായിരുന്നു. മുട്ടുമേ നിൽക്കുന്നവൻ ഒരുത്തന് മുമ്പിലും മുട്ടുമടക്കുകയല്ല. അടുത്തിരിക്കുന്നോട്ട് പറഞ്ഞേ, മുട്ടേ നിൽക്കാൻ പഠിച്ചാൽ മുട്ടുണ്ടാകുകയില്ല. കാൽമുട്ടുണ്ടാകുകയില്ലെന്നല്ല, ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. യഹോവ എൻ്റെ ഇടയൻ ആകുന്നു, എനിക്ക്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥന ഏർലി മോർണിംഗ് ആയിരുന്നു. ശീലം, ഒന്നാമത്തെ ശീലം പ്രാർത്ഥനയാണ്. ഒന്ന് പറഞ്ഞേ, പ്രാർത്ഥനയാണ് ഫസ്റ്റ് ശീലം. ഒന്നാമത്തെ ശീലം പ്രാർത്ഥനയാണ്. ഒരു ദൈവ പൈതലിൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടെ ആയിരിക്കണം. ജീവിതത്തിൽ 7 കാര്യങ്ങൾക്ക് മുൻപിൽ ദൈവം ഒന്നാമനായിരിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, ജീവിതത്തിലെ 7 കാര്യങ്ങളിൽ ദൈവം ഒന്നാമനായിരിക്കണം. ഒന്ന്, നീ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിന്റെ എഴുന്നേൽപ്പിൻ്റെ നേരം പ്രാർത്ഥനയോടെ ആയിരിക്കണം. നീ എഴുന്നേറ്റിരുന്നാൽ വായിക്കോട്ട വിട്ട് ചാടി ഓടി മൂത്രപ്പുരയിലോട്ട് പോകുന്നതിന് മുമ്പ് അവിടെ ഇരുന്ന് നിന്നെ എഴുന്നേൽപ്പിച്ചവനോട് നന്ദി പറയണം. ആമേൻ. നിന്റെ പ്രഭാതത്തിൽ ദൈവം ഒന്നാമനായിരിക്കണം. 2, നിനക്ക് ഒരുപിടി ആഹാരം കിട്ടിയാൽ അത് വാരി വിഴുങ്ങുന്നതിന് മുൻപ് അവിടെ ദൈവത്തോട് ഹൃദയമുണ്ടെങ്കിൽ ഒരു നന്ദി നീ പറയണം. നിന്റെ ആഹാരത്തിന്റെ ആദ്യത്തെ ഉരുളയ്ക്ക് മുൻപിൽ ദൈവത്തെ നീ ഒന്നാമനാക്കണം. ദൈവം നിനക്ക് ഒരാളെ പരിചയപ്പെടുത്തി തന്നാൽ അവൻ നിരീശ്വരവാദി ആയിക്കൊള്ളട്ടെ, കർത്താവിനെ അറിയാത്തവനായിക്കൊള്ളട്ടെ, ഈ മാർഗത്തെ എതിർക്കുന്നവനായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, പക്ഷേ അവനോട് നീ ആദ്യമായി യേശുവിനെ കുറിച്ചൊന്ന് പറഞ്ഞേക്കണം. എന്നെ പഠിപ്പിച്ച കർത്താവിൻ്റെ പാസ്റ്റർ KC ചെറിയാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിനെ അറിഞ്ഞാൽ പിന്നെ കുരയ്ക്കുന്ന പട്ടി ആയിക്കൊള്ളണം. പട്ടിക്ക് വക്കീൽ ആരാന്നറിയത്തില്ല, ഡോക്ടർ ആരാന്നറിയത്തില്ല, പോലീസുകാരൻ ആരാന്നറിയത്തില്ല, ജഡ്ജി ആരാന്നറിയത്തില്ല, പിഷക്കാരൻ ആരാന്നറിയ, സകല എണ്ണത്തെ കണ്ടാൽ കുരയ്ക്കും. നേരാണേ? യേശുവിനെ കിട്ടിയവൻ കാണുന്നവനോടെല്ലാം യേശു യേശു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നെ ഉയർത്തി യേശുവ, എൻ്റെ ജീവിതം മാറ്റി യേശുവ, എനിക്ക് ഇത്ര സന്തോഷം നൽകി യേശുവ, യേശു എനിക്ക് വലുതാ, യേശു നിങ്ങളെ അനുഗ്രഹിക്കും. പറയാൻ നിനക്ക് നാക്ക് വേണം. ഒരു സ്തോത്രം പറഞ്ഞേ. അടുത്തിരിക്കുന്നവർ പറ, നിങ്ങളുടെ സാക്ഷ്യത്തിൽ യേശു ഒന്നാമനായിരിക്കണം. 3-ാമത്തെ കാര്യം. 4-ാമത്തെ കാര്യം, ദൈവം നിനക്ക് തലമുറകളെ തരുമ്പോൾ, 2ഉം 3ഉം പിള്ളേരൊക്കെ ഉള്ളവരുണ്ട് ഈ ചർച്ചിൽ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ദൈവം നിനക്ക് തരുന്നതിൽ ഏറ്റവും നല്ല കൊച്ചിനെ നീ ദൈവത്തിന് കൊടുക്കണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് ദൈവം നൽകുന്ന നല്ല തലമുറയിൽ ഏറ്റവും കൊള്ളാവുന്നവനെ ആർക്ക് കൊടുക്കണം? യേശുവിന് കൊടുക്കണം. 25 വർഷം ആറ്റുനോട്ട് വാഗ്ദത്തം കേട്ടിരുന്നിട്ട് 100-ാം വയസ്സിൽ കിട്ടിയ കൊച്ചിനെ കയ്യും കാലും കെട്ടി ദൈവത്തിന്റെ യാഗവേദിയിലേക്ക് എറിഞ്ഞു കൊടുത്തൊരു അപ്പനുണ്ട്. പുള്ളിയുടെ പേരാ വിശ്വാസികളുടെ പിതാവ്. നിന്റെ തലമുറയെ നീ ദൈവത്തിന് കൊടുക്കണം. ഒരു സ്തോത്രം പറ, ഒരു ഹല്ലേലൂയ പറ. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെയും കൊടുത്തേക്കണം കേട്ടോ. മക്കൾക്ക് ദൈവത്തെ കൊടുത്താലേ നടക്കുകയുള്ളൂ. ദൈവത്തെ കൊടുക്കാതെ പിള്ളേർ പിഴച്ച് കഴിയുമ്പം അവൻ ദൈവവേല ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പാസ്റ്ററെ, ഇപ്പോൾ അവൻ MDMA അടിച്ച് നടക്കുക, എങ്ങനെയും ഒന്ന് നേരെയാക്ക്, നടക്കുകയല്ല കേട്ടോ. ആ കൊട്ടേഷൻ തൽക്കാലം ഞാൻ എടുക്കുന്ന നിർത്തി, ഉള്ള കാര്യം തീർത്ത് പറയാലോ. കാരണം നിൻ്റെ തലമുറയെ നീ നേടണം.
നിന്റെ കുഞ്ഞിനെ നീ നേടിയിരിക്കണം. കാരണം പിഴയ്ക്കാൻ വിടരുത്. പിടിച്ചു കെട്ടേണ്ടടുത്ത് പിടിച്ചു കെട്ടണം. ദൈവകൃപയിലാക്കണം. നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിക്കണം. ക്രിസ്തുവിന്റെ പത്യോപദേശത്തിൽ വളർത്തണം. എന്നും അതിനുവേണ്ടി കണ്ണീരൂറ്റി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരു സ്തോത്രം പറഞ്ഞേ. തീർന്നില്ല. ദൈവം നൽകുന്ന തലമുറയെ കർത്താവിന് കൊടുക്കണം. നീ ഒരു യാത്രയ്ക്കിറങ്ങുമ്പോൾ നീ ആദ്യം പ്രാർത്ഥിക്കണം. 5-ാമത്തെ കാര്യം, ഒരു യാത്രയ്ക്കിറങ്ങുമ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തോടു കൂടെ നിന്റെ യാത്ര ആരംഭിക്കണം. 6-ാമത്തെ കാര്യം, ദൈവം നിനക്ക് നൽകുന്ന ധനം, അത് 10 രൂപയാകാം, 200 രൂപയാകാം, 20,000 ആകാം, 20 ലക്ഷമാകാം, 2.5 കോടിയാകാം. നിനക്ക് കിട്ടുന്ന നന്മയുടെ കൃത്യം ടൈത്ത് നീ ദൈവത്തിന് കൊടുക്കണം. നിർബന്ധമായും കൊടുക്കണം. വിത്തില്ലെങ്കിൽ കൊയ്യാൻ പറ്റുകയില്ല പൊന്നെ. ആമേൻ. ഇന്ന് പയറെ മുഴുവൻ പയറ് കായ്ച്ചു, മുഴുവനും കണ്ടിച്ച് പിറകി കുറേ വിറ്റു, കുറേ മെഴുക്കോട്ടി വെച്ച്, കുറേ തോരനും വെച്ച് തിന്നിട്ട് നാളെ ഇനിയും പയറില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ പറിച്ച പയറിനകത്തുനിന്ന് ഏറ്റവും നല്ലത് നോക്കി നിനക്ക് വിത്തിന് മാറ്റി വെക്കത്തില്ലായിരുന്നോ? അത് വാടുന്നതിന് മുമ്പ് അതും കൂടെ നട്ടിരുന്നെങ്കിൽ ഈ പയർ കെടുമ്പോഴേക്കും അടുത്തത് കിളുക്കുകയല്ലേ? പറങ്ങള്. അങ്ങനെയാണ് ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ദൈവരാജ്യത്തിന് കൊടുക്കുക. 7-ാമതായി നീ ഉറങ്ങാൻ ചെല്ലുമ്പോൾ ദൈവത്തോട് പറയണം. എന്താണ് പ്രാർത്ഥന? അത് പുലരിയുടെ സാക്ഷായും രാത്രിയുടെ താക്കോലുമാണ്. ആമേൻ. തിരിച്ചു വേണമെങ്കിൽ പറയാം, അത് പുലരിയുടെ താക്കോലും രാത്രിയുടെ സാക്ഷായുമാണ്. പ്രാർത്ഥനയോടെ ആരംഭിക്കുക, പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുക. നമ്പർ 2, ദൈവത്തിൽ നിന്നും കേൾക്കണം. എങ്ങനെയാ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നേ? പ്രവചനദൂത് കേൾക്കാം, ദൈവം സംസാരിക്കുന്നതാ. പിന്നെ തീർന്നോ? ഇല്ല. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ എനി ടൈം സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവം സംസാരിക്കുന്നത് എങ്ങനെയാണ് ലിസൺ ചെയ്യുന്നത്? കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ തന്നെ ഹൃദയത്തിൻ്റെ സ്വരത്തിലാണ്. ആമേൻ. നമ്മുടെ തന്നെ മനസ്സിൻ്റെ ശബ്ദത്തിലാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ എന്നോട് കർത്താവ് സംസാരിക്കുന്നതും പിശാചി സംസാരിക്കുന്നത് എൻ്റെ മനസ്സ് തന്നെ പറയുന്നത് ഒരുപോലെയല്ലേ? അപ്പോൾ ഇതിനകത്ത് പാസ്റ്ററെ ദൈവം പറയുന്നത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ദൈവം പറയുന്നത് തിരിച്ചറിയാൻ എളുപ്പമുണ്ട്. ദൈവം പറയുന്നത് കേട്ടാൽ ഭയങ്കര സമാധാനമായിരിക്കും. ഹലോ, ദൈവം പറയുന്നത് കേട്ടാൽ ഭയങ്കര സമാധാനമായിരിക്കും. ഈ ദൈവം പറയാത്തത് കേട്ടാൽ എന്തോ ഒരു വശപ്പശക്ക് നമുക്ക് തോന്നും. അടുത്തിരിക്കുന്നത് പറഞ്ഞാൽ സമാധാനമാണ് അവൻ്റെ സിഗ്നേച്ചർ. സമാധാനമാണ് പരിശുദ്ധാത്മാവിൻ്റെ സിഗ്നേച്ചർ. അപ്പോൾ സമാധാനത്തിന് വിരുദ്ധമായതൊന്നും ദൈവം പറയല. നിങ്ങളുടെ സ്വസ്ഥത കളയുന്നതൊന്നും ദൈവം പറയല. നീ ചത്തുപോകുമെന്ന് ഇപ്പോൾ ഒരു ദൂത് വന്നാലും നിനക്കകത്തൊരു സമാധാനം ഉണ്ടാകും. ഓ, ദൈവം എന്നോട് പറഞ്ഞല്ലോ, പ്രാർത്ഥിച്ചാൽ നേരെയാകും. കേൾക്കുന്നുണ്ടോ ഈ പറയുന്നത്? ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് വളരെ സ്പഷ്ടമായി പറയുന്നു, ദൈവത്തിൽ നിന്ന് കേൾക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തിൽ നിന്ന് കേൾക്കുക. ഇത് രണ്ടും നിങ്ങളുടെ നല്ല ശീലമാക്കണം. എന്നും കേൾക്കണം, വല്ലപ്പോഴും കേട്ടാൽ പോരാ. കേൾക്കുന്നുണ്ടോ ഈ പറയുന്നത്? ഒരു വീട്ടിൽ താമസിച്ചിട്ട് പരസ്പരം മിണ്ടാത്തവരെ പോലെ കർത്താവിന് മുമ്പിൽ മോന്ത വീർപ്പിച്ച് നടക്കരുത്. എന്നും പുഞ്ചിരിച്ചോണം, വല്ലതൊക്കെ പറയണം, തമാശ പറയണമെങ്കിൽ പറയണം, സന്തോഷിക്കണം, ഇഷ്ടങ്ങൾ പറയണം, താല്പര്യങ്ങൾ പറയണം. പറഞ്ഞ് സന്തോഷിച്ച് ജീവിക്കുന്ന ഒരു സെലിബ്രേറ്റിംഗ് ലൈഫായിരിക്കണം യേശുവിൻ്റെ കൂടെയുള്ള ജീവിതം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രസിഡൻറ്റിൻ്റെ മുമ്പിലല്ല നിൽക്കുന്നത്, പിതാവിൻ്റെ മുമ്പിലാണ്. ആമേൻ. അതുകൊണ്ട് ആ ഒരു ഒരുക്കത്തോടെ എനി ടൈം ദൈവസന്നിധിയിലായിരിക്കുക. ആമേൻ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഏത് ഡ്രസ്സ് ധരിച്ച് നിങ്ങൾക്ക് നടക്കാം. അതായത് ഇപ്പം നല്ല തേച്ചു മടക്കിയ ഉടുപ്പ് തന്നെ വേണമെന്നില്ല. നിങ്ങൾ വീട്ടിൽ ധരിക്കുന്ന ഒരു വസ്ത്രം ഇട്ട് നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങൾക്ക് സംസാരിക്കാം. എന്ന് പറഞ്ഞതുപോലെ വേണ്ടത്ര ഒരുക്കമില്ലെങ്കിലും എനി ടൈം ദൈവ പിതാവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് കടന്നു ചെല്ലാനുള്ള വഴി യേശു തൻ്റെ ഹൃദയം തുറന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. സമയഭേദം കൂടാതെ കൃപാസനത്തോട് അടുത്ത് ചെല്ലുക. ഒരു സ്തോത്രം പറഞ്ഞേ. വാതിൽ തുറന്നിട്ടിരിക്കുന്നു, കയറി ചെല്ലണം, വേണ്ടത് പറയണം, നേടണം. 3-ാമത്തെ കാര്യം, എല്ലാത്തിനും നന്ദി പറയണം. എല്ലാത്തിനും നന്ദി പറയണം, എല്ലാത്തിനും സ്തോത്രം പറഞ്ഞു നോക്കിക്കേ, ലൈഫ് മാറും. ഇന്നലത്തെ പ്രവചനത്തെ കേട്ടവരുണ്ടോ? എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. എവരിഡേ നന്ദി പറയുന്നവൻ്റെ ലൈഫിൽ ബ്ലെസ്സിങ്ങുകളുണ്ടാവും. കാരണം നിങ്ങളുടെ മൈൻഡിനകത്തിരിക്കുന്ന മുഴുവൻ പേടിയാണ്, മനസ്സിനകത്തിരിക്കുന്ന മുഴുവൻ അവിശ്വാസമാണ്, പിന്നെ കുറേ പിണക്കമാണ്.
പിന്നെ കുറേ അസൂയ, പിന്നെ കുറേ കുറ്റബോധങ്ങളാണ്, പിന്നെ അവനെ തട്ടണമെന്നുള്ള ചിന്തയാണ്. വടി കൊണ്ടോ വാളുകൊണ്ടോ കൊല്ലാൻ വയ്യാത്തതുകൊണ്ട് പ്രാർത്ഥിച്ച് മുട്ടിപ്പിക്കാനിരിക്കുക കുറച്ച് പേര്. ഇതൊക്കെ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ വിഷയങ്ങൾ അകത്തിങ്ങനെ നിൽക്കുമ്പോൾ ഈ വിധത്തിലുള്ള കയ്പുകളെ പറിക്കാൻ ഒറ്റ വഴിയുള്ളൂ, ലഭിച്ചതിന് നന്ദി പറഞ്ഞു തുടങ്ങുക. അപ്പോൾ മൈൻഡിനകത്ത് പുതിയൊരു ന്യൂറോ പാത്വേ ഓപ്പൺ ആകും. എന്താണ്? ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പറയുന്നത്, കിട്ടി 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 എന്ന് പറയുന്നവൻ, അല്ലെങ്കിൽ കിട്ടും 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 എന്ന് പറയുന്നവൻ നിലവിലുള്ള സ്ട്രഗിളുകളെയല്ല ഓപ്പർച്യൂണിറ്റികളെ നോക്കാൻ തുടങ്ങും. അങ്ങനെ ജീവിതത്തിനകത്ത് പുതിയ വഴികളുണ്ടാകും, പുതിയ അവസരങ്ങളുണ്ടാകും, ദൈവം തുറക്കുന്ന പുതിയ മേഖലകൾ തുറക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവവുമായുള്ള നന്ദി പ്രകടനങ്ങൾ നിങ്ങളെ കൂടുതൽ അനുഗ്രഹീതരാക്കും. ചേർന്നൊരു സ്തോത്രം പറഞ്ഞേ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആത്മനിറവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂർ അന്യഭാഷ പറയണം, അന്യഭാഷ പറയണം, അന്യഭാഷ സംസാരിക്കണം. ജർമ്മൻ പഠിക്കുന്നു, ഇംഗ്ലീഷ് പഠിക്കുന്നു, ഹിന്ദി പഠിക്കുന്നു, തമിഴ് പഠിക്കുന്നു. ഏതെല്ലാം ഭാഷകളാണ് ഇപ്പോൾ പഠിക്കുന്നത്? എന്തിനാണ് ജർമ്മൻ പഠിക്കുന്നത്? അവിടെ പോയാൽ വിദ്യാഭ്യാസം ഫ്രീ ആണ്. MBBS വേണമെങ്കിൽ ചേരാം, നഴ്സിങ്ങിന് വേണമെങ്കിൽ ചെയ്യാം, ഏത് കോഴ്സ് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? ലാംഗ്വേജ് പഠിക്കണം. സ്വർഗത്തിൽ നിന്നുള്ള ഏറ്റവും വലുത് കിട്ടണമെങ്കിൽ സ്വർഗത്തിൻ്റെ ലാംഗ്വേജ് പഠിക്കണം. ദൂതന്മാരോട് സംസാരിക്കണമെങ്കിൽ ദൂതന്മാരുടെ ഭാഷ പഠിക്കണം. എനിക്കറിയത്തില്ല പാസ്റ്റേ, പറഞ്ഞു തുടങ്ങ്. ഹലോ, പറഞ്ഞു തുടങ്ങ്. ഞാൻ മനുഷ്യരുടെ ഭാഷയിലും ദൂതന്മാരുടെ ഭാഷയിലും സംസാരിച്ചാലും അതിൻ്റെ അർത്ഥം എനിക്ക് 2 ലാംഗ്വേജും പറയാം. എനിക്ക് ദൈവത്തിൻ്റെ ഭാഷയും പറയാം, എനിക്ക് ദൂതന്മാരുടെ ഭാഷയും പറയാം. ഞാൻ ദൈവസിംഹാസനത്തിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു. ഞാൻ അവിടെ പറഞ്ഞു അവിടെ നിന്നും പറഞ്ഞിട്ട് ഞാൻ അടുത്തത് സംസാരിക്കുന്നതിൻ്റെ അടുക്കൽ നിൽക്കുന്ന ഒരു ഏഞ്ചലിനോടായിരിക്കും. ഹലോ, അല്ലെങ്കിൽ നീ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, നിന്റെ ചുറ്റും വന്ന് 6-7 മാലാഖമാരാണ് ഇറങ്ങി നിൽക്കുന്നത് പ്രാർത്ഥിക്കാനായി മുട്ടുമടക്കുമ്പോൾ. അവർ നിങ്ങളോട് കാര്യങ്ങൾ പറയുകയാണ്, നിനക്കെതിരെയുള്ള തടസ്സങ്ങളെ അവർ എടുത്തു മാറ്റുകയാണ്, പുതിയ ബ്ലെസ്സിങ്ങുകളെ നിനക്ക് വേണ്ടി ഒരുക്കുകയാണ്. നോക്കൂ, ഇതൊരു വലിയ കാര്യമാണ്. ഒരു സ്തോത്രം പറഞ്ഞേ. ഒരു ½ an hour അന്യഭാഷ പറയണം. കിട്ടിയിട്ടില്ലാത്തവർ അന്യഭാഷയ്ക്ക് കൊണ്ട് 1/2 മണിക്കൂർ മാറിയിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, ചുമ്മാ അവരും അതും ഇതൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്, എനിക്കൂടെ താന്നേ, ഞാനിവിടെ പറയട്ടെന്നേ. കഴിഞ്ഞ ദിവസം എന്നോടൊരു സഹോദരൻ പറഞ്ഞു, എനിക്ക് ഒരു വാക്ക് ഏതാണ്ടൊക്കെ വരുന്നുണ്ട്, പറ, ഒരു വാക്ക് പറ, ഒരക്ഷരം കിട്ടിയാൽ പറ. രാ 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 പറഞ്ഞു രാ 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 കിട്ടി, രാ 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 പറ. അപ്പോൾ അത് ജാ 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 ആവും. ജാജാജായും രാരാരായും ജാജായും കൂടെ രാജ എന്നുള്ള വാക്കാവും. അപ്പോൾ വായ് വായ് വാ വാ എന്ന് വരും. അപ്പോൾ രാജ വാ വാ വാ, രാജാവേ വാ വാ. അർത്ഥം, ആരെയാണ് വിളിക്കുന്നേ? വാ തുറന്നിട്ട് സ്വർഗീയ രാജാവിനെ ക്ഷണിക്കുക വരാൻ. കേൾക്കുന്നുണ്ടോ ഈ പറയുന്നേ? കേൾക്കുന്നുണ്ടോ ഈ പറയുന്നേ? അന്യഭാഷ നിൻ്റെ 1000 പ്രാർത്ഥനകൾക്ക് ഈക്വലൻ്റാ. അന്യഭാഷയിൽ ഒരു വാക്ക് പറയണം. ആമേൻ. ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസത്തോടെ പ്രാർത്ഥിക്കണം. ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസത്തോടെ പ്രാർത്ഥിക്കണം. 20 അധ്യായം പെർ ഡേ ബൈബിൾ വായിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അത്രയും പറ്റുന്നില്ലെങ്കിലും നേരെ പകുതിയെങ്കിലും ഒന്ന് വായിക്കണം. 10ൽ കുറയ്ക്കരുത്. ഒരു സ്തോത്രം പറഞ്ഞേ. നിങ്ങൾക്കൊരു സ്ഥലം വിൽക്കാനുണ്ടോ? സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം വായിച്ചു തീർത്താൽ മതി, വിൽപ്പന നടക്കും. കേൾക്കുന്നുണ്ടോ ഈ പറയുന്നേ? വസ്തു വിൽപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിരുന്നു, കൈപൊക്കിക്കേ. ഉയരട്ടെ. ഉണ്ടോ? നിങ്ങൾക്കുള്ള എളുപ്പവഴി പറഞ്ഞു തരിക. വീട്ടിൽ ചെല്ലുക, സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം എടുക്കുക. രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയിൽ വിൽക്കാനുള്ള സ്ഥലത്തെ മുന്നേ കണ്ടുകൊണ്ട് ചുമ്മാ വായിച്ചു തീർക്കുക. 32ാം പൊക്കം അത്ഭുതം നടക്കും. കോടിക്കണക്കിന് രൂപയുടെ വസ്തു കച്ചവടങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട്. അവിടെ പറയുന്നേ, നിന്റെ വിൽപ്പനകളെ തടഞ്ഞിട്ടിരിക്കുന്ന ബന്ധനം അഴിയും. അതിനാൽ കാരണം ഇത് അനുഭവസ്ഥനാണ് ഞാൻ, അതുകൊണ്ടായി പറയുന്നത്. കൂടുതലൊന്നുമല്ല പറഞ്ഞത്, ദൈവവചനം വായിക്കാനാ പറഞ്ഞത്. കാരണം ഇത് വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും പ്രമാണിക്കുന്നവനും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഇതിൽ എഴുതിയിരിക്കുന്നു. സ്തോത്രം. സമയം തീരുക. 1 മിനിറ്റ് ദൈവസ്ഥലിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കിളിവാതിലുകളെ നോക്കി മുട്ടുമടക്കുക. കിളിവാതിലുകളിലേക്ക് നോക്കി മുട്ടുമടക്കുക. അവിടെ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറയുന്ന വിലപ്പെട്ട ആലോചനയുടെ മുമ്പിൽ ഞങ്ങളുടെ ജീവിത ക്രമീകരണത്തിനായി വന്നു നിൽക്കുന്നു.
ഒരു യുഗപ്പിറവി ഞങ്ങളുടെ ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ കാലത്ത് തുടങ്ങിയ ചില പ്രശ്നങ്ങൾ ഞങ്ങളിലൂടെ അവസാനിക്കുകയാണ്. കാലങ്ങൾക്ക് പുറകിലുള്ള ചില ശാപക്കെടുതികൾ തീരാൻ നേരമായി. ദൈവം അതിന് സാഹചര്യങ്ങളും അവസരങ്ങളും ഒരുക്കുന്നു. ആത്മാവിലെ കൃപയെ മുറുകെ പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ദൈവസ്വരം ഞങ്ങളുടെ സ്വന്തം മനസാക്ഷിയുടെ വോയിസിൽ ഞങ്ങൾ കേൾക്കുമ്പോൾ അതിനെ എങ്ങനെ ആത്മാവിൽ തിരിച്ചറിയണമെന്നുള്ള അവബോധം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥിക്കാൻ, ദൈവത്തിൽ നിന്ന് കേൾക്കാൻ, അന്യഭാഷ സംസാരിക്കാൻ, ദൈവരാജ്യത്തിൽ വിജയകരമായി നിലനിൽപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു നിമിഷം അവിടെ നിന്ന് ഇപ്പോൾ കേട്ട ഈ കാര്യങ്ങളെ ധ്യാനിച്ച് തമ്പുരാനൊരു തീരുമാനമെടുത്തേ. മനഃപൂർവ്വമായി ഞാൻ പാപങ്ങളെ ചെയ്യില്ല, വിശുദ്ധിയിൽ നടക്കും. തെറ്റായ തീരുമാനങ്ങളിലോ വഴികളിലോ ഇനി ഞാൻ പോകത്തില്ല. വേണ്ടാത്ത കാര്യങ്ങൾക്ക് അത് ഇടപെടുകയില്ല. എൻ്റെ നാക്കിനെ, കണ്ണിനെ ഞാൻ നിയന്ത്രിക്കും. ഒരു ദൈവ പൈതലായി ഞാൻ അറിയപ്പെടും. യേശു ഉള്ളവനായി ഞാൻ ജീവിക്കും. ദൈവം നൽകിയ വീഞ്ഞിൻ്റെ അനുഗ്രഹത്താൽ